ചാലക്കുടി വ്യാജ LSD ലഹരി കേസിൽ മുഖ്യപ്രതിയായ ലിവിയ ജോസ് കുറ്റം സമ്മതിച്ചു. കേസിൽ മറ്റു ബന്ധുക്കളും പ്രതിയാകാൻ സാധ്യതയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കും. 5 ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി വ്യാജ LSD ലഹരി കേസിൽ മുഖ്യപ്രതിയായ ലിവിയ ജോസ് കുറ്റം സമ്മതിച്ചു. ഒന്നാം പ്രതി നാരായണദാസുമായി ചേർന്നാണ് ഗൂഢാലോചനയും കുറ്റകൃത്യവും നടത്തിയതെന്ന് പ്രതി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഷീലയുടെ ബാഗിൽ മയക്കുമരുന്ന് നിക്ഷേപിച്ചത് 2023 ഫെബ്രുവരി 26 രാത്രിയിലായിരുന്നു. ഷീലയുടെ ബാഗിൽ മയക്കുമരുന്ന് നിക്ഷേപിച്ചത് 2023 ഫെബ്രുവരി 26 രാത്രിയിലായിരുന്നു. ഷീലയുടെ സ്കൂട്ടർ വാങ്ങിയെടുത്ത ശേഷമാണ് സ്കൂട്ടറിലും ബാഗിലും മയക്കുമരുന്നുകൾ നിക്ഷേപിച്ചത്. കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം അപവാദവും പ്രചരിപ്പിച്ചെന്ന സംശയമാണ് ഷീലയുടെ വൈരാഗ്യം തോന്നാൻ കാരണമെന്നും ലിവിയ പോലീസിനോട് പറഞ്ഞു. കുറ്റകൃത്യത്തെക്കുറിച്ച് നാരായണദാസിനോട് അല്ലാതെ മറ്റാരോടും ചർച്ച നടത്തിയിട്ടില്ലെന്നും പ്രതി മൊഴി നൽകി. പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ലെന്ന് SI ടി തലവൻ DYSP VK രാജു പറഞ്ഞു. നാരായണദാസിനെയും ലിവിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. കേസിൽ മറ്റു ബന്ധുക്കളും പ്രതിയാകാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതലുകൾ നടപടിയുടെ ഭാഗമായാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, നഴ്സറികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ലെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 5 ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും ചൊവ്വാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ചയും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വ്യാഴാഴ്ചയും യെല്ലോ അലർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. അന്നമനട ഗ്രാമപഞ്ചായത്ത് ലോക വയോജന പീഡന വിരുദ്ധ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VC ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. തുടർന്ന് കൗൺസിലിംഗ് നടന്നു. പരിപൂർണാവകാശം താങ്കൾക്കാണ് അല്ലേ? നമ്മൾ വിൽപ്പന ചെയ്യില്ലേ? ഇപ്പൊ സാധാരണ അങ്ങനത്തെ തെറ്റിദ്ധാരണ കോടതിയിൽ വരുന്ന ആളുകളൊക്കെ ഇപ്പൊ തെളിവിക്കും അച്ഛന്റെ സ്വത്ത് അതിന് ഞങ്ങളുടെ മക്കൾക്ക് 3 പേർക്കും അവകാശമുണ്ട്, അച്ഛൻ വിൽക്കണമെന്ന് കാണട്ടെ എന്ന് പറയും. അപ്പൊ പറയാം ഇത് കാണാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അന്നേരം വേണമെങ്കിൽ അത് ആർക്കും വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ മക്കൾക്ക് കൊടുക്കുന്നത് നിർബന്ധമുണ്ടോ? വഴിയിൽ കൂടെ പോണവരോട് ചോദിക്കുന്നത് വേണം എന്റെ സ്വത്തിന് എഴുതരാന്ന് വേണം എഴുതി കൊടുക്കാം. മക്കളോട് ചോദിക്കേണ്ട, ഭാര്യയോട് ചോദിക്കേണ്ട, നാട്ടുകാരോട് ഒരാളോട് ചോദിക്കണ്ട. അവനവന്റെ സ്വത്താണത്. ഇനി കുടുംബപരമായിട്ട് കിട്ടിയ സ്വത്താണെങ്കിൽ അവിടെ നിയമം കുരുക്ക് വരും, പിന്നീട് വരും. അപ്പൊ നിയമം കുരുക്ക് വരും. മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ അത് റൈറ്റ് വരും. അത് ഒറ്റയടിക്കൽ കേസിന് നടത്തേണ്ടി വരും. ഇപ്പൊ സിവിൽ കേസ് നടത്താന്ന് വെച്ചാല് അന്നമനട മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ധനസഹായ വിതരണം എന്നിവയും നടന്നു. KVVES ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
കഴിഞ്ഞ നൗഷാദെ കഴിഞ്ഞ വാർഷിക പ്രയോഗത്തിൽ എല്ലാവരും കൂടി ഉണ്ടാവും. ചിലർ കച്ചവടക്കാരല്ലാതായിട്ടുണ്ട്. കടകൾ കൂട്ടുന്നു, പകരം വരുന്നു. ഇനി അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? 2002 കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ പേരാണ് കോമ്പറ്റീഷൻ ആക്ട്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് കുട്ടികൾ പറഞ്ഞു, എന്താ കോമ്പറ്റീഷൻ മോളെ, എന്താ കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള അർത്ഥം എന്താണ്? മത്സരമാണ്. കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുന്നോട്ട് പോകണം. എങ്ങനെ? ഒപ്പത്തിനൊപ്പുള്ള ആളുകൾ തമ്മിൽ മത്സരിക്കണം, വേണ്ടേ? അല്ലാതെ വലിയ തണ്ടും തടിയുള്ള ആളും ഒരു കൊച്ചും തമ്മിൽ മത്സരിച്ചാൽ ഉണ്ടാവും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇത് ട്രേഡേഴ്സിന്റെ ഇടയിൽ, വ്യാപാരത്തിനിടയിൽ കുത്തകകളായിട്ടുള്ള ആളുകൾ, ഓൺലൈനിലെ ഭീമന്മാർ, ഇവരൊക്കെ ആരോടാ മത്സരിക്കുന്നത്? അന്നമനയിലെ ഡേവിസിനോടും 2 ഡേവിസുമാരോടും നൗഷാദിനോടാണ്. ഇത് എത്ര കാലം ഇങ്ങനെ തുടരും? ഈ 2002 മുന്നേ നമ്മുടെ നാട്ടിലെ നിയമം എന്തായിരുന്നു അറിയോ? ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചെമ്പളക്കാട് അധ്യക്ഷത വഹിച്ചു. ബിഒ ഡേവിസ്, നജാഹ്, നന്ദൻ മേനോൻ എന്നിവർ സംസാരിച്ചു. ഐരാനിക്കുളം NSS കരയോഗം ടാഗോർ സ്മാരക വായനശാല, ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പരിശോധന നടത്തി. കുഴൂർ മേരി ഇമ്മാക്കുലേറ്റ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. സെന്റ് ആന്റണി കപ്പേളയിൽ നടന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് വെള്ളാഞ്ചിറ ദേവാലയ വികാരി ഫാദർ ആൻഡോ പാണാടൻ കാർമ്മികത്വം വഹിച്ചു. പാറക്കടവ് ദേവാലയ വികാരി ഫാദർ ചാൾസ് ചിറ്റാട്ടുകാരൻ തിരുനാൾ സന്ദേശം നൽകി. തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം, തിരുശേഷിപ്പ് ആശീർവാദം, ഊട്ടുനേർച്ച വിതരണം എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി CPI മാള മണ്ഡലം സംഘടനാ ക്യാമ്പ് നടന്നു. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം അവിടെ എന്താ പറയുക, നമ്മുടെ സ്നാനഘട്ടങ്ങളിൽ നദികൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിന്ധു ഗംഗ സംഗമഭൂമിയിൽ വന്ന് സ്ഥാനാർത്ഥിയായി വന്ന് അവിടെ എന്താ പറയുക, വെള്ളം തൊട്ട് പ്രതിജ്ഞ എടുത്തിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ ഇന്ത്യയിലെ ഹൈന്ദവ ജനവിശ്വാസങ്ങളിലേക്ക് എങ്ങനെ ഒരു ബിംബത്തെ അവതരിപ്പിക്കാൻ കഴിയും എന്ന ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് കൊണ്ടുവരുന്നത്. രണ്ടാമത് അദ്ദേഹത്തെ അവതരിപ്പിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തെ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ പിന്നോക്കക്കാരുടെ പ്രതിനിധിയായിട്ടാണ്. അദ്ദേഹം സവർണനല്ല, അവർണനായിട്ടുള്ള ആളാണ്. അപ്പോൾ അവർണന്മാരുടെ അതിൻ്റെ സൈക്കോളജി എന്താ വെച്ചാൽ, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാരിൽ ഹിന്ദുക്കളിൽ തന്നെ ഏറ്റവും ഭൂരിപക്ഷം വരുന്ന ആളുകൾ അവർണന്മാരായിട്ടുള്ള ആളുകളാണ്. മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ, TN വേണു, MK ബാബു, VS ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാഷണൽ ഹൈവേയിലെ ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ എന്നിവിടങ്ങളിലെ അടിപ്പാത മേൽപ്പാല നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കും മെല്ലെപ്പോക്കിനും നിർമ്മാണ പ്രവർത്തനത്തിൽ സ്ഥലം MP, MLA എന്നിവരുടെ അനാസ്ഥയ്ക്കുമെതിരെ LDF കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം TV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, കൊരട്ടി പഞ്ചായത്ത് വികസന ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, LDF നേതാക്കളായ ഡെനീസ് K ആന്റണി, KP തോമസ്, KA ജോജി, ജോർജ് B, ഐനിക്കൽ, ഡേവിസ് മാംബ്ര, AA ബിജു, KK രാജൻ എന്നിവർ പ്രസംഗിച്ചു. പൂവത്തുംകടവ് ജനകീയ വായനശാല കമ്മിറ്റി, ബാലസംഘം പൂവത്തുംകടവ് യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ മതിലകം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു.
CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡ് മെമ്പർ സുമതി സുന്ദരൻ അധ്യക്ഷയായി. SSLC +2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും സർവീസിൽ നിന്നും വിരമിച്ച TS സജീവനെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീജ ബാബു, KV സുന്ദരൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി വ്യാജ LSD ലഹരി കേസിൽ മുഖ്യപ്രതിയായ ലിവിയ ജോസ് കുറ്റം സമ്മതിച്ചു. കേസിൽ മറ്റു ബന്ധുക്കളും പ്രതിയാകാൻ സാധ്യതയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കും. 5 ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.